അങ്ങ് മനസ്സിലാക്കണം. മെയ് മാസം 30 യോഗം ചേർന്ന് 2 മന്ത്രിമാർ ഇവിടുന്ന് എല്ലാം ഷിഫ്റ്റ് ചെയ്യണം, പുതിയ ബ്ലോക്കിൽ പണി പൂർത്തിയാകാൻ കാത്തുകണ്ട, പൂർത്തിയായിടത്തേക്ക് മാറ്റുക, ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഇപ്പൊ കളക്ടർ അന്വേഷിക്കുകയാണ്. എന്നിട്ട് തീരുമാനമെടുത്ത മന്ത്രിമാരെയാണ് ഇവിടെ കോൺഗ്രസും BJP-യും നിരീക്ഷകന്മാരും. അങ്ങ് പറഞ്ഞു വരുന്നത് PWD വകുപ്പിന്റെ മര്യാദ കാണിക്കും. ഞാൻ പറയട്ടെ, അത് വഴിയേ അറിഞ്ഞോളൂ. ഈ ഉത്തരവ് എടുത്ത മന്ത്രി ഈ ഉത്തരവെടുക്കാൻ ഉടൻ പൊളിച്ചു മാറ്റണമെന്നും ഉടൻ ഷിഫ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ മന്ത്രി, ആ മന്ത്രിയുടെയാണ് കോലം കെട്ടി അത് പല രൂപത്തിൽ ചിത്രീകരിച്ച് ഈ റോട്ടിലൂടെ മുഴുവൻ ആക്ഷേപിച്ച്. താങ്കൾ ചോദിച്ചല്ലോ, ഒരു വനിതയെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന ശ്രീ AKG മരണശയ്യയിൽ കിടക്കുമ്പോ കാലം വന്ന് വിളിച്ചിട്ടും എന്തിയെ ഗോപാല പോകാത്തത് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ, ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചവരാ ഇവർ ഇതിലും വലുത് വിളിക്കും, വലുത് ആക്ഷേപിക്കും. കാരണം ഈ ഒരു മിനിറ്റ്സ് കൃത്യമായി ജനങ്ങൾ അറിയണം. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ മന്ത്രിമാർ ഹംസയായിരുന്നില്ലേ അങ്ങനെ പറഞ്ഞത്? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല, ഒന്ന് മര്യാദ കാണിക്കും മിസ്റ്റർ. ഞാൻ 1 മിനിറ്റ് പറയുമ്പോഴേക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്താ കാലത്ത് അല്ലല്ല അങ്ങനെ പറഞ്ഞു പോരുന്നല്ലോ. അപ്പൊ അങ്ങ് മാത്രം പറഞ്ഞു പോവാ എന്ന് പറയുന്ന ഒരു രീതിയായി പോയില്ലേ? അതുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോ അങ്ങ് പറയുന്നത് PWD വകുപ്പിന് മെയ്യിൽ അങ്ങ് എനിക്ക് അയച്ചു തന്ന രേഖ പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞു. മെയ് മുതൽ ഇങ്ങോട്ട് PWD വകുപ്പ് എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു, അവരെ അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോ കോലം മാറിപ്പോയി എന്നുള്ളതാണോ? ആരോഗ്യ വകുപ്പിനെ കുറ്റം പറയുമ്പോ PWD ആയിരുന്നു കുറ്റം പറയേണ്ടത് എന്നുള്ളതാണോ അങ്ങ് തന്നെ പറയുന്നത്? എന്തായാലും ഇതൊക്കെ ഞങ്ങൾ താങ്ങും. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കില്ലേ, എത്ര ആരോപണം വസ്തുതയുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ചാൽ, പൊതുപ്രവർത്തനത്തിൽ ഇടപെട്ടാൽ, എത്ര വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിച്ചാലും ഞങ്ങൾ ഇതൊക്കെ താങ്ങും. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് പരിചയമുണ്ട്. ഇത്തരത്തിൽ ഒഴുക്കിനെതിരെ നീന്തി വന്നവരാണ് ഞങ്ങൾ. അരുൺകുമാർ തന്നെ മാധുവിന് അയച്ചു തന്നു എന്ന് പറഞ്ഞ രേഖ എന്റെ കയ്യിലുള്ള രേഖയാണ്. 1 മാസം മുമ്പ് മന്ത്രിമാരുടെ അവലോകന യോഗത്തിൽ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പൊളിച്ചു മാറ്റില്ല എന്ന് അരുൺകുമാർ നമ്മളോട് ചോദിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ യുദ്ധമില്ലാത്ത സമയത്ത് ഇവരെന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ PWD വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്, ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ആ മണ്ഡലത്തിന്റെ MLA ആയിട്ടുള്ള VN വാസവൻ എന്ന് പറഞ്ഞ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. അരുൺകുമാറെ പ്ലീസ്, നമ്മൾ രണ്ടുപേരും യുദ്ധകാലം എന്നുള്ള മാധുവിന്റെ സംഭാവനയാണ്, അതിൽ ആ ഓർഡറിലതില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. എനിക്കൊരു 1/2 മിനിറ്റ് തരുമോ? അതിലൊന്ന് പറയാനുണ്ട്. ഈ അങ്ങ് എനിക്ക് അയച്ചു തന്ന രേഖയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒന്നുള്ള വാക്കില്ല, എന്റെ സംഭാവനയാണെന്ന് അങ്ങ് പറഞ്ഞെങ്കിൽ അങ്ങ് അതൊന്ന് ഒന്നുകൂടി വായിക്കണം. 3-ാമത്തെ പാരഗ്രാഫിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്ന് ബഹുമന്ത്രിമാർ PWD എന്നിവർ നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ സംഭാവന അല്ല കേട്ടോ, സർക്കാരിന്റെ സംഭാവനയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞോളൂ. എന്റെ പൊന്നെ, അങ്ങ് അയച്ചു തന്ന രേഖയാണിത്. അങ്ങ് അയച്ചു തന്ന രേഖയാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ കവടി നിർത്തി പറയുന്നതല്ല. എന്ത് ചെയ്യും ഇനിയിപ്പോ? കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആ വാർഡ്, ആ കെട്ടിടം, 3 നില കെട്ടിടം ഇടിഞ്ഞു വീണിട്ടില്ല എന്ന് അരുൺകുമാർ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. ഞാൻ പോകുന്നു. ബൈ ബൈ.